എൻ്റെ കാലത്ത് ഞാൻ പറയുമായിരുന്നു ഈ പ്രൊപ്പോർഷൻ ഓഫ് ക്രിമിനൽസ് ആൻഡ് കറപ്റ്റ് എലമെന്റ്സ് പെർസെൻറ്റേജ് വൈസ് മോർ ഇൻ IPS കമ്പയർഡ് ടു ലോക്കൽ പോലീസ്. മനസ്സിലായോ? അതാണ് ഞാൻ എൻ്റെ സെൻഡ് ഓഫിൻ്റെ മീറ്റിങ്ങിലും പ്രസംഗിച്ചത് അതാണ്. ദാറ്റ് പെർസെൻറ്റേജ് ഈസ് മോർ. പെർസെൻറ്റേജ് ആണ്, ആബ്സല്യൂട്ട് നമ്പർ അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 100 IPS ഓഫീസേഴ്സ് 5 or 10 ആർ കറപ്റ്റ്, 10 ആണ് അത്. പക്ഷെ ഔട്ട് ഓഫ് 60,000 പോലീസ്മെൻ 10% ഉണ്ടാവില്ല. ദാറ്റ് മേ ബി ലെസ്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അബ്സല്യൂട്ട് നമ്പറിലല്ല. അപ്പോൾ അവരെയൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അവർക്കൊക്കെ പല താല്പര്യങ്ങളുണ്ടാകും. അങ്ങനെയുള്ളവരെയൊക്കെ പോലീസിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ബെറ്റർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടാകും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 15 കൊല്ലം കഴിയുമ്പോൾ 25 കൊല്ലം കഴിയുമ്പോൾ ഒക്കെ റിവ്യൂ ചെയ്തത് വിടാനും, അങ്ങനെ വിടാൻ പറഞ്ഞവനാണ് തച്ചങ്കേരി. അത് ഗവൺമെൻറ് വിട്ടില്ല. ഗവൺമെൻറ് ബാലസുബ്രഹ്മണ്യം സാറൊക്കെ റെക്കമെൻഡ് ചെയ്ത് വിട്ടവനാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദോസ് തിങ്സ് ആർ ദെയർ. അപ്പോൾ അതൊന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് ഇത്തരം അട്രോസിറ്റീസ് എല്ലാം നടക്കുന്നു. പക്ഷേ അത് ബാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എഗെയിൻ കൂത്തുപറമ്പ് എഫക്റ്റ് പോലെ പോലീസ് വിൽ ബി scared to take action where they have to actually take action. അപ്പോൾ ആക്ച്വലി വീണ്ടും ആൾക്കാരെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യും.